മനു ഒരു പ്രിയപ്പെട്ട അമ്മയുടെ ഏക മകനായിരുന്നു. കുഞ്ഞായിരുന്നപ്പോൾ തന്നെ അച്ഛന് നഷ്ടപ്പെട്ട അവനെ അമ്മ ഏറെ ബുദ്ധിമുട്ടിയാണ് വളർത്തിയത്. മകന്റെ ഭാവി മാത്രമായിരുന്നു ആ അമ്മയുടെ ലക്ഷ്യം. മനു പഠനത്തിൽ മികച്ചവനായിരുന്നു. എന്നാൽ അമ്മയുടെ പഴകിയ വസ്ത്രവും ലളിതമായ രീതിയിലും അവന്റെ മനസ്സിൽ അമ്മയോട് ചെറിയ അകലം ഉണ്ടായിരുന്നു. ക്രമേണ അവൻ പഠിച്ചു വളർന്ന് വലിയ ഉദ്യോഗസ്ഥനായി. ഒരിക്കൽ അവന്റെ ജോലി സ്ഥലത്ത് ഒരു ഫാമിലി ടുഗദർ ഉണ്ടായിരുന്നു. എന്നാൽ തന്റെ അമ്മയെ എല്ലാവരുടെയും മുന്നിൽ കൊണ്ടുപോകുവാൻ അവന്റെ ദുരഭിമാനം സമ്മതിച്ചില്ല. അവൻ അമ്മയോട് പറഞ്ഞു, എല്ലാവരും ഈ പാർട്ടിയിൽ മോഡേണായാണ് വരുന്നത്, അതുകൊണ്ട് അമ്മയെ കൂട്ടിക്കൊണ്ടു പോകുവാൻ കഴിയുകയില്ല. അമ്മ ഒരു നിമിഷം മൗനമായി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. പക്ഷേ അത് പ്രകടിപ്പിക്കാതെ, ശരി മകനെ, ഞാൻ വരുന്നില്ല, നീ സന്തോഷവനായിരുന്നാൽ മാത്രം മതി ഈ അമ്മയ്ക്ക്. അവൻ പാർട്ടിക്ക് പോയി. രാത്രി അമ്മയുടെ ആരോഗ്യനില മോശമായി. ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചെങ്കിലും ആ അമ്മ വിടവാങ്ങി. അമ്മയുടെ അരികിൽ ഒരു ചെറിയ സഞ്ചി ഉണ്ടായിരുന്നു. അതിൽ ഒരു കുറിപ്പ്: മകനെ, നീ വലിയവനായിരിക്കുന്നു. എനിക്കിതിനേക്കാൾ സന്തോഷം മറ്റൊന്നുമില്ല. എന്നാൽ ഒരിക്കലും മറക്കരുത്, അമ്മയും അച്ഛനും ചേർന്നാണ് ഇന്നത്തെ നീ ആയിത്തീർന്നത് എന്ന്. ബാഹ്യലോകം ആകർഷണങ്ങൾ കൊണ്ട് നോക്കും നിന്നെ, പക്ഷേ എന്റെ സ്നേഹം നിനക്കുള്ളത് മാത്രമാണ്. അമ്മയുടെ അവസാന ആശംസ: നീ നല്ല മനുഷ്യനാവുക. മനു കണ്ണീരോടെ അമ്മയുടെ കത്ത് പിടിച്ചു നിന്നു. അവന് മനസ്സിലായി, ലോകം നമ്മെ വസ്ത്രം കൊണ്ടോ പണം കൊണ്ടോ വിലയിരുത്തും, പക്ഷേ മാതാപിതാക്കൾക്ക് മക്കളോട് സ്നേഹം മാത്രമാണുള്ളത്. ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സ്നേഹത്തിലും ആദരവിലും എത്ര വലിയ മഹത്വമുണ്ട് എന്നാണ്. പലപ്പോഴും നാം സമൂഹത്തിന്റെ മൂല്യങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ വാസ്തവത്തിൽ ഏറ്റവും വിലയേറിയവരായ മാതാപിതാക്കളെ നാം നിസ്സാരമാക്കുന്നു. മനുവിന്റെ അമ്മയുടെ ജീവിതം ത്യാഗത്തിന്റെയും നിർബന്ധിത സാധാരണ ജീവിതത്തിന്റെയും ഉദാഹരണമാണ്. അവരുടെ ഏക ലക്ഷ്യം മകനെ വിജയിപ്പിക്കുക എന്നതായിരുന്നു. എന്നാൽ ലോകത്തിന്റെ നിലപാടുകൾ വഴിപാടായി അവൻ അമ്മയോട് അകലം പുലർത്തി. അമ്മയുടെ അവസാന കത്ത് ജീവിതത്തിന്റെ ഏറ്റവും വലിയ സത്യം തുറന്നു പറഞ്ഞു: സ്നേഹത്തിനാണ് ഏറ്റവും വലിയ വില, ബാഹ്യ പ്രഭാവങ്ങൾക്കല്ല എന്ന്. ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയം ഒരു നല്ല മനുഷ്യനാവുക എന്നതാണ്. ലവ് യു ഓൾ, ബി ഹാപ്പി.